പ്രസംഗത്തിൽ പ്രധാനമന്ത്രിയെ പരാമർശിച്ചതിന് സാഹിത്യ നിരൂപകനും മടപ്പള്ളി കോളേജ് അധ്യാപകനുമായ കെ.വി. സജയ്ക്ക് ഭീഷണി. കഴിഞ്ഞ ദിവസം വൈകിട്ട് വടകര മണിയൂരിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങിന് ശേഷമാണ് ഭീഷണിയുണ്ടായത്. സംഭവത്തിൽ അധ്യാപകൻ വടകര ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട്. വടകര മണിയൂരിലെ ജനതാ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പുസ്തക പ്രകാശന പരിപാടിയിലെ പ്രസംഗം കഴിഞ്ഞിറങ്ങിയ ശേഷമാണ് ഭീഷണിയുണ്ടായത്. വേദിക്കടുത്തു നിൽക്കവെ കൈപിടിച്ച് തടഞ്ഞുവെച്ച ശേഷം ഇത്തരം പ്രസംഗങ്ങൾ നടത്തിയാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്ന് സജയ് പറയുന്നു. ചടങ്ങിലെ പ്രസംഗത്തിൽ മുൻ പ്രധാനമന്ത്രി നെഹ്റു പുസ്തക വായനക്കാരനായിരുന്നുവെന്നും മോദി എത്ര പുസ്തകം വായിച്ചുവെന്നത് അറിയില്ലെന്നും പരാമർശിച്ചിരുന്നതായി സജയ് പറഞ്ഞു. രാമായണം മുഴുവനായി മോദി വായിച്ചതായി അറിയില്ലെന്നും പ്രസംഗത്തിലുണ്ടായിരുന്നു. ഇതായിരിക്കാം ഇവരെ പ്രകോപിപ്പിച്ചതെന്നാണ് കരുതുന്നത്. ആ വേദിക്കരികിൽ നിൽക്കുന്ന സമയത്ത് ഒരാൾ എന്നെ സമീപിക്കുകയും ഇത്തരം രാഷ്ട്രീയ പരാമർശങ്ങൾ ഉള്ളടങ്ങിയ പ്രസംഗങ്ങൾ നടത്തിയാൽ താങ്കളെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി എഴുത്തുകാരൻ മാത്രമല്ല, വലിയ ഒരു വായനക്കാരൻ കൂടിയായിരുന്നു എന്നും അദ്ദേഹം മരിക്കുന്നതിന് തലേന്നുകൂടി ഡയറിയിൽ കുറിച്ചത് റോബർട്ട് ഫ്രോസ്റ്റിന്റെ പ്രസിദ്ധമായ 4 വരി കവിതയായിരുന്നു എന്നും ഇപ്പോൾ നേരെ മറിച്ച് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഒരു വായനക്കാരനാണോ എന്ന് നമുക്കറിയില്ല, അദ്ദേഹം വായിച്ചിട്ടുണ്ടോ വായിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല എന്ന് ആണ് പറഞ്ഞത്. രാമായണം പോലൊരു പുസ്തകം പോലും അദ്ദേഹം തികച്ചും വായിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സജയ്ക്കെതിരായ ഭീഷണിയിൽ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പ്രതിഷേധവുമായെത്തി. റിപ്പോർട്ടർ, കോഴിക്കോട്.